ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ദോശയും ചമ്മന്തിയും പൊട്ടറ്റോ കറിയാണ് കൊണ്ടുപോകുന്നത്. സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാറാണ് പതിവ്. പറ്റിയ ലഞ്ചും കൊണ്ടുപോകാറുണ്ട്, പറ്റുവാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഇന്ന് ലഞ്ച് കൊണ്ടുപോകാനുള്ള പ്ലാനില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നൊരു പോക്കായിരുന്നത്. കാരണം ഞങ്ങൾ സാറ്റർഡേ വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ ഫ്രൈഡേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സർപ്രൈസ് പൊളിഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫാമിലിയിലൊരു കോളേജ് കുമാരനുണ്ട്, അവൻ മൈസൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ഫ്രൈഡേ രാവിലെ എത്തും, ഞങ്ങൾ ഈവനിങ് എത്തും. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് പറയരുത് വീട്ടിൽ എന്ന് പറഞ്ഞ്, ഓ ശരി ഞങ്ങൾ പറയില്ല എന്നൊക്കെ പറഞ്ഞു. ട്രെയിനിൽ വെച്ച് ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞാണ് പറയരുതെന്ന്. അപ്പോൾ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന ഉടനെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പം തന്നെ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളും മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, അമ്മൂമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ പിടിയിട്ട് തുടങ്ങി. പിന്നെ അവരെന്നെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ആ ഒരു വെപ്രാളവും സംസാരവും ഞാൻ പെട്ടെന്ന് ഫോൺ വയ്ക്കാനുള്ള എൻ്റെ ധൃതിയും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. കാരണം ഞങ്ങൾ മുമ്പ് ഇതുപോലെ സർപ്രൈസ് കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ പിറ്റേന്നേ എത്തൂ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ അവിടെ ചെന്ന് നിന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കൂട്ടി വായിച്ചപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ എന്തായാലും കാര്യം മനസ്സിലായി. അപ്പോൾ എല്ലാവരും കൂടെ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. ചേച്ചിയും ചിറ്റപ്പൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവനെ പിടിച്ചിരുത്തി ചോദിച്ചു. എന്നിട്ട് അവൻ ഞങ്ങൾ വരുന്നെന്നുള്ളത് പറഞ്ഞില്ല, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അവരേറെക്കുറെ ഉറപ്പിച്ചു, ഞങ്ങൾ വരുമെന്നുള്ളത് അവരേറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ചെന്നു. അപ്പോഴത്തേക്ക് സർപ്രൈസ് എന്തായാലും അത്രയ്ക്കൊട്ട് ഏറ്റില്ല. റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്നതായിരുന്നു, പക്ഷേ ചീറ്റിപ്പോയി. 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. മട്ടൻ ബിരിയാണിയും നൂഡിൽസും ആയിരുന്നു കഴിച്ചത്. പറഞ്ഞു കേട്ടാ, ഇതിപ്പോ തെങ്കാശിയായോ? ഇതിപ്പോ ചെങ്കോട്ട. ഗായ്സ്, നമ്മളിപ്പോൾ ചെങ്കോട്ടയിലാണ് നിൽക്കുന്നത്. ഇനി ഒരു 2 മണിക്കൂർ 22 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെത്തും. ഏത് ലോങ് ട്രിപ്പ് പോയാലും ഇതെനിക്ക് ഇടയ്ക്ക് പതിവുള്ളതാണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താൻ പോണു ഗൈസ്. ഏട്ടൻ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
നമുക്ക് മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കണ്ടേ? എടാ ദർശു, റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോണും കണ്ട് ഇങ്ങനെ പോവായിരുന്നു. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി ഗൈസ്. ഇല്ല, പറഞ്ഞില്ലെന്ന് തോന്നുന്നു. തേജ് പറഞ്ഞാടി, തേജ് പറഞ്ഞാ എന്റെ അടുത്ത് ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞ നാളെ ദർശനം. നീ പറഞ്ഞാടാ തേജു? ഇവരെല്ലാരും കിടന്ന് വിളിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു നീ പറഞ്ഞെന്ന്. നിങ്ങളൊന്ന് പതുക്കെ പറ, കാക്കക്കുട്ടിൽ കല്ലെറിഞ്ഞ എല്ലാണോ കിടന്ന് വിളിച്ചപ്പോഴേ എനിക്കറിയാം. ആദ്യം എന്റെ അടുത്ത് പറഞ്ഞേ ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താടാ സർപ്രൈസ്? അത് സർപ്രൈസ് ആണ്. ഞാൻ പിന്നെ അതൊക്കെ മറന്നു കളഞ്ഞു. അപ്പോഴും കുറച്ച് ഉറക്കത്തെ എഴുന്നേറ്റിട്ട് അമ്മൂമ്മയ്ക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്, ഇവിടെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോഴാണ്